ഹലോ ഗൈസ്, അങ്ങനെ നല്ലൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൊണ്ട് 4th ഡേ ആൻഡ് ലാസ്റ്റ് ഡേ ഓഫ് വെയിൽസ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് കാർഡിഫ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഒത്തിരി സ്റ്റോറൊക്കെ നമ്മളിവിടെ കണ്ടു. അങ്ങനെ മാർക്കറ്റ് എല്ലാം ചുറ്റിക്കണ്ടു വന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. ദേ കറി ലീവ്സിന്റെ വില നോക്കിയ 10 ഗ്രാമിന് 1.5 പൗണ്ട്. ഇപ്പോഴത്തെ വില അനുസരിച്ച് നാട്ടിലെ ഏകദേശം 170 രൂപ. അങ്ങനെ കറിവേപ്പിലയുടെ വില താങ്ങാനാവാതെ ഞാനും റിജു അപ്പം തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു കേട്ടോ. നേരെ പോയത് കാർഡിഫ് കാസിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ChatGPT പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം ഈ കാസിലിന് ഏകദേശം ഒരു 2000 ഇയേഴ്സ് പഴക്കം ഉണ്ടായിരുന്നു കേട്ടോ. തുടക്കത്തിൽ ഇതൊരു റോമൻ ഫോർട്ട് ആയിരുന്നു. പിന്നീട് ഇതൊരു നോർമൻ സ്ട്രോങ് ഹോൾഡ് ആയി മാറുകയും അതിനുശേഷം ഒരു ലാവിഷ് വിക്ടോറിയൻ മാൻഷൻ ആയി മാറുകയും ചെയ്തു. അവരുടെ കുറെ മിലിറ്ററി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഓൾഡ് ക്ലോത്ത്സ്, റൈഫിൾസ്, അങ്ങനെ പല എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് റിജു അവന്റെ PUBG സ്ക്വാഡിനെ വിളിച്ചു വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെ ഞാൻ M416 കണ്ടു, ഞാൻ D910 ഞാൻ സ്നൈപ്പർ കണ്ടു, അങ്ങനെയൊക്കെ വിളിച്ച് ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ എന്തായാലും കാർഡിഫിൽ വരുവാണെങ്കിലുണ്ടല്ലോ ഈ കാസിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. അങ്ങനെ കാസിൽ വിസിറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡേ 1 നമുക്ക് മിസ്സായി പോയ ഒരു പോർച്ചുഗീസ് ബേക്കറിലാണ് കേട്ടോ. ആ ബേക്കറിയുടെ അടുത്തൂടെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മൾ ആ ഷോപ്പിൽ കയറണ്ടെന്ന് വിചാരിച്ചാലും കയറിപ്പോവും. അത്ര കിഡിലിന് ആ ഒരു ബേക്കിങ്ങിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ. അങ്ങനെ അവര് സജസ്റ്റ് ചെയ്തതും അവിടുത്തെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഈ ഒരു നാറ്റ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ. സംഭവം കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു സൊവിനിയർ ഷോപ്പിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ ഇവനെ അങ്ങോട്ട് പോക്കി വെയിൽസിന്റെ കുറെ നല്ല മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുത്തെ ഒരു മോള് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയാട്ടോ. വലിയ മേജർ ഷോപ്പിംഗ് ഒന്നുമില്ല. നമ്മുടെ ട്രെയിൻ വരുന്നത് ആഫ്റ്റർനൂൺ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഏകദേശം ഒരു 1 അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വെറുതെ അത് കളയണ്ടല്ലോ എന്ന് ഓർത്ത് ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി. ബട്ട് എന്ത് ചെയ്യാനാ, വെറുതെ കയറി ഇറങ്ങാന്ന് വിചാരിച്ചാൽ സമ്മതിക്കൂല. ആരാണെന്നല്ല, വേറെ ആരുമല്ല എൻ്റെ മനസ്സ്. മേടിക്കുന്ന ചുമ്മാ ഇരുന്ന് പറയും. അങ്ങനെ വെറുതെ ഒന്നതേ മാക്കിന്റെ ഷോപ്പിൽ കയറിയതാ. ലേശം കൗതുകം കൊണ്ട് കയറിയതാണെങ്കിൽ തിരിച്ചിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കവർ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഷോപ്പിംഗ് മോഡ് ഓണായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിന് ടൈമായി. അതുകൊണ്ട് അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി വീട്ടിലെത്തി. അപ്പം അത്രയുള്ളൂ, ബൈ.